ഹായ് കൂട്ടുകാരെ, ഞാനേ ആദ്യമായിട്ട് കേട്ടോ ഈ ചോളം കഴിക്കാൻ പോകുന്നത്. അതായത് ഈ ചോളമായിട്ട് തന്നെ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചോളമൊക്കെ മറ്റേ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് നമ്മൾ പോപ്കോണായിട്ടൊക്കെ കഴിച്ചിട്ടുള്ളെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ചോളം ഈ പുഴുങ്ങി ഒക്കെ ഞാൻ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് കണ്ടപ്പം കഴിക്കാമെന്നോർത്ത് മേടിച്ച കേട്ടോ. എനിക്ക് ഈ കഴിക്കുന്നതിലും താല്പര്യം ഇതിങ്ങനെ പൊളിച്ച് വലിച്ചെടുക്കുന്നതിലാണ്. ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അപ്പോഴെങ്കിലും ഓർക്കും ഇതൊന്ന് കൈ കിട്ടി ഇങ്ങനെ ഒന്ന് നോക്കാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടപ്പം കോട്ടയം വരെ നമ്മൾ പോയപ്പോൾ കണ്ടപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ്. ഒരെണ്ണത്തിന് 40 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിൽക്കിങ്ങനെ ഈ മുടി പോലത്തെ സംഭവമൊക്കെ ഇങ്ങനെ കിട്ടി. അങ്ങനെ നമ്മൾ മൊത്തം പൊളിച്ചെടുത്ത്. പിന്നെ ആദ്യം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇതെങ്ങനെയാണ് പുഴുങ്ങുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി നോക്കിയപ്പം കുറേ പേര് നമ്മൾ ഈ ആവിയിൽ വേവിക്കുന്നതും അതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് കണ്ട്. ഞാൻ ഇപ്പം തിളപ്പിച്ചാട്ടോ എടുത്ത് ഉപ്പും മഞ്ഞളോട്ട് തിളപ്പിച്ചെടുത്ത്. അങ്ങനെ ചോളമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് പിന്നെ ഞാനൊരു ചെറിയൊരു മുളകും പോലെ ചാലിച്ചെടുത്തിട്ട് അത് കൂട്ടി കഴിക്കാമെന്ന് ഓർത്ത്. അത് ഞാനിത് മുക്കുന്നതിന് മുമ്പ് പച്ചയായിട്ടൊന്ന് കഴിച്ച് നോക്കാമെന്ന് ഓർത്ത്. എനിക്കിതിൻ്റെ രുചി അറിയത്തില്ലല്ലോ, അപ്പോൾ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ കഴിക്കാമെന്നോർത്ത് കഴിച്ചപ്പം കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഞാൻ അതൊന്ന് മുക്കി കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും സംഭവം എൻ്റെ പൊന്നോ എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. എനിക്കിതിൻ്റെ രുചി പറഞ്ഞതിനൊന്നും അറിയത്തില്ല. എനിക്കൊന്നും ഞാൻ മാത്രമേ കഴിക്കാത്തുള്ളായിരിക്കും, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം കൊള്ളാം, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. രാവിലെ ഞാൻ കേട്ടോ ഇത് കഴിക്കുന്നത്. രാവിലത്തെ ഒരു ഭക്ഷണമായിട്ട് ഞാനങ്ങ് കൂട്ടി. എനിക്കിഷ്ടപ്പെട്ടു. അതായത് ആ മുളകൊക്കെ കൂട്ടി കഴിക്കാനാണ് അടിപൊളി, കൊള്ളായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു, സംഭവം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, ബൈ, ടാറ്റാ.